ഇവിടെ അധ്യാപകർക്ക്, ജീവനക്കാർക്ക്, തുക്കുടി സാഹിബിന്, കളക്ടർക്ക് ഒക്കെ പെൻഷനുണ്ട്. എന്നാൽ 10ാമത്തെ വയസ്സിൽ അധ്വാനം തുടങ്ങി, കാലിമേക്കൽ ഉൾപ്പെടെ തുടങ്ങി ആദ്യം. പിന്നെ കൃഷിപ്പണി തുടങ്ങി. 60 വയസ്സാവുമ്പോഴേക്ക് കുനിഞ്ഞു കൂടാൻ തുടങ്ങി. പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ പാവപ്പെട്ട മനുഷ്യന് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനുള്ള വകയില്ല. അവൻ്റെ അധ്വാനത്തിന് മൂല്യമുണ്ടെന്നും, പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ അധ്വാനത്തിന് മൂല്യമുണ്ട് എന്നും, ആ മൂല്യവത്തായ അധ്വാനം വിനിയോഗിച്ച് ഈ കാലം അത്രയും കണക്കാക്കി അവന് പെൻഷൻ നൽകണമെന്നും സഖാവ് നായനാർ തീരുമാനിച്ചു, ഗവൺമെൻറ് തീരുമാനിച്ചു. ചരിത്രത്തിലെ ഒരു പുതിയ വഴി തിരിവാണ്. അതുവരെ ആരും പ്രതീക്ഷിച്ചിട്ടേയില്ല. ഈ വയലിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട മനുഷ്യന് പെൻഷൻ കിട്ടിയേ. പെൻഷനെ പറ്റിയുള്ള സങ്കല്പം തന്നെ മാറി. പണ്ട് പട്ടാളത്തിൽ പോയാൽ പെൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ ഉണ്ടായിരുന്നു. കർഷക തൊഴിലാളിക്ക് പെൻഷനോ? കരുണാകരൻ പറഞ്ഞു ഉൽപാദനക്ഷമത ഇല്ല, വെറുതെ കൊടുക്കുകയാണ്, അത് വലിയ അപകടമായിരിക്കുമെന്നാണ്. എന്നാൽ ഈ അപകടം ഉണ്ടാവട്ടെ എന്ന് നായനാർ തീരുമാനിച്ച് അന്ന് ചെറിയ പെൻഷനാണ് 45 റുപ്യ. കേരളത്തിലെ കർഷക തൊഴിലാളികൾക്ക് 45 റുപ്യ പെൻഷൻ പ്രഖ്യാപിച്ചു. അത് പിന്നെ വളർന്ന് ഇപ്പോൾ 62 ലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് പല പേരിലായി 2000 റുപ്യ ഇപ്പോൾ പെൻഷനായി. 2000 റുപ്യ. സമൂഹം എങ്ങനെയാണ് പട്ടിണി മാറ്റുന്നത് എന്നുള്ളതിൻ്റെ പുതിയ ചിത്രമാണ് 2000 റുപ്യ.